ഹായ് ഫ്രണ്ട്സ്. ഇപ്പം നാട്ടിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഒരു ഊള സിനിമയൊക്കെ കാണാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. അങ്ങനെ സിനിമ OTT വന്നെന്ന് കണ്ടിട്ട് കാണാതെ മാറ്റി വെച്ചൊരു സിനിമയായിരുന്നു സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്നുള്ളത്. ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കുമ്പോൾ സിനിമയെ പറ്റി നല്ല പോസ്റ്റ് കാണുന്നു. അങ്ങനെ ഓർത്ത് വന്നാൽ പിന്നെ കാണാമെന്നും പറഞ്ഞ് കണ്ട സിനിമയാണ്. ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ പന്ന സിനിമയാണെങ്കിൽ അടിച്ചുവിട്ട് കാണാമെന്ന് പറഞ്ഞ് എടുത്തു വെച്ച് കണ്ട സിനിമയാണ്. പക്ഷേങ്കിൽ സിനിമ നമ്മൾ തുടങ്ങി തീരുന്നിടം വരെ ഒരു പാട്ട് പോലും അടിച്ചുവിടാതെ ഞാൻ ആ ഒരു സിനിമ ഫുൾ ഇരുന്ന് കണ്ടു. അടിപൊളി സിനിമ, എനിക്ക് ഇഷ്ടപ്പെട്ടു സിനിമ. അങ്ങനെ വലിയ കാസ്റ്റോ വലിയ സിനിമയോ വലിയ ആക്ടേഴ്സോ ഒന്നുമില്ല. ആകെ അജു വർഗീസ് ഉണ്ട്, ഷൈജു കുറുപ്പ് ഉണ്ട്, അങ്ങനെ കുറച്ചു പേരേ ഉള്ളൂ. പിന്നെ കുറെ കൊച്ചുപിള്ളേരുടെ ഇതാണ്. അപ്പം നമ്മൾ ഒരുപാട് പ്രതീക്ഷയോ കാര്യങ്ങളോ ഒന്നും വെക്കാതെ ഒരു ചെറിയ സിനിമ കാണുന്നതിന് ഒട്ടങ്ങ് ഇരുന്ന് കണ്ടാൽ മതി. അടിപൊളി സിനിമ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു സിനിമ. നല്ല രസമുണ്ടായിരുന്നു. അതിൽ എടുത്തു പറയേണ്ട ഒരുപാട് സീനുകളുണ്ട്. ആ ഒരു ഇന്റർവെൽ സീന്, പിന്നെ ആ ക്രിക്കറ്റിന്റെ സീന്, പിന്നെ ഇതില് എടുത്തു പറയേണ്ടത് ഇതില് അജു വർഗീസിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടറിനെ എന്താണെന്ന് കാണിക്കുന്ന ഒരു കുറച്ച് സെക്കൻഡ് സീനുകളേ ഉള്ളൂ. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ആൾ എന്താണെന്നുള്ളത്. അങ്ങനെ ഒത്തിരി നല്ല സീനും നല്ല സ്റ്റോറിയും നമുക്ക് ബോറടിക്കാതിരുന്ന് കാണാൻ പറ്റിയ ഒരു ഫീൽ ഗുഡ് സിനിമയായിരുന്നു സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്നുള്ളത്. എന്തായാലും എല്ലാവരും കണ്ടു നോക്കിയോ. ഒന്നും പ്രതീക്ഷിക്കേണ്ട, ഒരു ചെറിയൊരു കൊച്ചു സിനിമ കാണുന്ന രീതിയിൽ അങ്ങ് കണ്ടാൽ മതി. തിയേറ്ററിൽ അങ്ങനെ പ്രമോഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു തോന്നുന്നു. ഇത് റിലീസായത് ഇപ്പോൾ OTT റിലീസ് ആയപ്പോഴായിരിക്കും എല്ലാവരും അറിയുന്നത് പോലും. ഞാനും അങ്ങനെ അറിഞ്ഞതുപോലും ഇല്ല ഇങ്ങനെ ഒരു സിനിമയുണ്ടെന്ന്. ഞാനോർത്ത് ഊള സിനിമ ആയിരിക്കാന്ന് പറഞ്ഞ് കാണാതെ മാറ്റി വെച്ചായിരുന്നു. ഇങ്ങനെ കണ്ടപ്പം എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു സിനിമ. അതുകൊണ്ട് നിങ്ങളോട് പറയണമെന്ന് തോന്നി. സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും അവരുടേതായിട്ടുള്ള ക്യാരക്ടേഴ്സ്, കാര്യങ്ങൾ, പിന്നെ ഒരു ലോഡ് റെഫറൻസ് എല്ലാം ഉണ്ട് സിനിമയിൽ. നല്ല രസമാണ് സിനിമ. അങ്ങ് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട് സിനിമ. അപ്പൊ ശരി ഫ്രണ്ട്സ്, ആരെങ്കിലും ഈ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളോട് പറഞ്ഞു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.